നല്ല കംഫർട്ടബിൾ ആണ്. ഈ ഒരു പ്രൈസിനകത്ത് ബേസ് മോഡലിനകത്ത് അവർ ഇത്രയധികം ഫീച്ചേഴ്സ് കൊടുക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഗ്രാൻഡ് വിറ്റാരയുടെ ഏറ്റവും ബേസ് മോഡലായിട്ടുള്ള സിഗ്മ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. 1.5 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. മാത്രമല്ല ഈ ഒരു വണ്ടി നമുക്കൊരു 13 ലക്ഷം രൂപ സംതിങ് ആ ഒരു പ്രൈസിനകത്ത് നമുക്ക് ഓൺ റോഡ് കിട്ടുന്ന പ്രൈസാണ്. 13,30,000 രൂപ റേഞ്ചിൽ എക്സ്റ്റൻഡഡ് വാറണ്ടി അടക്കം നമുക്ക് ഈ ഒരു വണ്ടി ഓൺ റോഡിൽ നമുക്ക് കിട്ടും. ഏറ്റവും നല്ലൊരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു കാറാണെന്ന് നമുക്ക് ഈ ഒരു വേരിയൻറ്റിന് പറയേണ്ടി വരും. കാരണം അത്രയധികം ഫീച്ചേഴ്സാണ് കമ്പനി ഈ ഒരു വേരിയൻറ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓടിച്ചൊന്ന് നോക്കാം. അതിന് മുന്നായിട്ട് അതിൻ്റെ മൈലേജ് കൂടെ ഒന്ന് പറയാം. ഏകദേശം നമുക്ക് ടൗണിലൊക്കെ ഓടിക്കണം. ഞാനും പലപ്പോഴും യൂസ് ചെയ്യാറുള്ളൊരു കാറാണ്. ഏകദേശം നമ്മൾ ടൗണിലൊക്കെ യൂസ് ചെയ്യണ ഒരു 18 കിലോമീറ്ററൊക്കെ മൈലേജ് നമുക്ക് ടൗണിലൊക്കെ കിട്ടാറുണ്ട്. എന്നാൽ നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോവുകയാണെങ്കിൽ കമ്പനി 21 പറയുന്നുണ്ട്. 20 എബോവ് കൺഫേം ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കാറാണ് ഈ ഒരു ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നോക്കാം. ഇതാണ് ഗ്രാൻഡ് വിറ്റാരയുടെ ഏറ്റവും ബേസ് മോഡലായിട്ടുള്ള സിഗ്മയുടെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ക്യാരക്ടർ ലൈൻസ് കാര്യങ്ങളെല്ലാം ഈ ഹുഡിൻ്റെ മേളിൽ ഈ ഒരു പോർഷനിലൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സെൻട്രലായിട്ട് ആ ഒരു സുസുക്കിയുടെ വലിയ ലോഗോ നമുക്ക് കാണാം. അതേപോലെ ഇവിടെ അത് പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ആ ഒരു ഗ്രില്ലുകൾ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വേവ് ഗ്രില്ലുകളാണ് വന്നിരിക്കുന്നത്. പിന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം, ഇതിൻ്റെ ബേസ് മോഡൽ തൊട്ട് നമുക്ക് LED DRLs അവൈലബിൾ ആണ്. LED DRLs ആണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ബേസ് മോഡൽ തൊട്ട് നമുക്ക് അവൈലബിൾ ആണ്. പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് നമുക്ക് കാണാം. ഹാലജൻ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നോക്കുകയാണെങ്കിൽ ക്രോം എലമെൻറ്റ്, ഇന്ത്യക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ക്രോം എലമെൻറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ അത് ഡീക്രോം ചെയ്ത് കുറച്ചൊരു ബ്ലാക്കിഷ് ആ ഒരു തീമിലായിരിക്കും കൊടുത്തിരിക്കുക. പിന്നെ നമ്മൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സ്കിപ്പ് ലൈറ്റ് നമുക്ക് കാണാം. ഫങ്ഷണലായിട്ട് ഒരു സ്കിപ്പ് ലൈറ്റ് അല്ല എങ്കിലും ആ ഒരു SUV ലുക്ക് കിട്ടാനായിട്ട് ചെയ്തിരിക്കുന്നതാണ്. എന്നാലും അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. ഫ്രണ്ടിൽ നിന്ന് അത്യാവശ്യം നല്ല മസ്കുലർ ലുക്ക് കാര്യങ്ങളെല്ലാം ഗ്രാൻഡ് വിറ്റാരയ്ക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് സൈഡ് പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് അലോയ് വീൽസോ കാര്യമൊന്നും ഈ ഒരു വേരിയൻറ്റിനകത്ത് അവൈലബിൾ അല്ല. 17 ഇഞ്ച് ടയേഴ്സാണ് നമുക്ക് ബേസ് മോഡലിൽ തൊട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ക്ലാഡിങ് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ക്ലാഡിങ്ങിന് സൈഡിൽ കൂടെ ബാക്കിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് നമുക്ക് കാണാം. ആ സാധാരണ SUV വാഹനങ്ങളിൽ ഈ ഒരു പോർഷനിലേക്ക് ഡോറിലേക്ക് കയറി ആ ഒരു ക്ലാഡിങ് നിൽക്കുന്നത് കാണാം. എന്നാൽ ഗ്രാൻഡ് വിറ്റാരയിൽ അതൊന്നും കൊടുത്തിട്ടില്ല. വളരെ ഭംഗിയായിട്ട് തന്നെ ആ ഒരു പോർഷനെല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഡിസൈനിൻ്റെ ഭാഗത്തേക്ക് ഗ്രാൻഡ് വിറ്റാര അത്യാവശ്യം വലിയൊരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല ബിഗ്ഗർ സൈസ് ഒരു കാറാണ്. എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു കാറാണ്. നമുക്ക് ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷനിലായിട്ട് ഒരു ക്വാർട്ടർ ഗ്ലാസ് കാര്യങ്ങളെല്ലാം കാണാം. ഇവിടെയായിട്ട് ഒരു ബ്രഷ്ഡ് അലുമിനിയം പീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ പോലും ഈ ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം ഫങ്ഷണൽ ആയിട്ടുള്ള ലൈറ്റ്സ് ആണ്. ഇത് കണക്റ്റഡ് അല്ല, ഇത് എക്സ്റ്റെൻഡഡ് എന്ന് പറയാം. കാരണം ഇവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ കണക്റ്റ് ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എക്സ്റ്റെൻഡഡ് എന്ന് പറയാം. ആ രീതിയിലുള്ള ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതും ബേസ് മോഡൽ തൊട്ട് ഇത് ഫങ്ഷണൽ ആയിട്ടുള്ള ലൈറ്റ്സ് ആണ്. പല വണ്ടികളിലും അത് ഫേക്ക് ആയിരിക്കും കൊടുക്കുക. സോ ഗ്രാൻഡ് വിറ്റാരയിൽ അത് കൊടുത്തിട്ടുണ്ട്. ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്ന ബാഡ്ജിങ് ഇവിടെ ഇങ്ങനെ അത്യാവശ്യം വലുതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. നമുക്ക് ഡിഫോഗൽ ലൈൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിയർ വൈപ്പർ നമുക്ക് ബേസ് മോഡലിനകത്ത് അവൈലബിൾ അല്ല. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ഇവിടെയായിട്ട് ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ സ്കിഡ് പ്ലേറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഈ ഒരു പോർഷനിലായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറയുന്ന ബാഡ്ജിങ്ങും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ടോക്ക് അസിസ്റ്റ് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോവുകയാണെങ്കിൽ 21+ കിലോമീറ്റർ നമുക്ക് മൈലേജ് എന്തായാലും കിട്ടും. പിന്നെ അത്യാവശ്യം വലിയ ബൂട്ട് സ്പേസ് ആണ്. പിന്നെ ഈ വണ്ടിയുടെ വീൽ ക്യാപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരുപാട് താഴ്ന്നിട്ടല്ലാത്തതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ എടുത്ത് വെക്കാനും ഒക്കെ ഭയങ്കര ഈസി ആയിരിക്കും. വലിയ ബൂട്ട് സ്പേസ് ആണ്. നമുക്ക് സീറ്റുകൾ വേണമെങ്കിൽ 60-40 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് മടക്കിയിടാം. അപ്പോൾ വീണ്ടും ലഗേജ് സ്പേസ് കൂടും. സൈഡിലായിട്ട് ഇവിടെ ചെറിയ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വയ്ക്കാം. ഇവിടെയായിട്ട് ചെറിയൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും സാധനങ്ങളൊക്കെ തൂക്കിയിടാനായിട്ടുള്ളത്. പിന്നെ അടിയിലായിട്ട് നമുക്ക് സ്പെയർ വീൽസ് കാണാം. സ്പെയർ വീൽസിൻ്റെ സൈസ് വന്നിരിക്കുന്നത് അതും 17 ഇഞ്ച് തന്നെയാണ്. ഇവിടെ നോക്കിയാൽ കാണാം 17 ഇഞ്ച് ടയേഴ്സ് തന്നെ സ്പെയർ വീൽസും കൊടുത്തിട്ടുണ്ട്. അവിടെയും പിശുക്കോ കാര്യങ്ങളോ ഒന്നും കമ്പനി കാണിച്ചിട്ടില്ല. പാർസൽ ട്രേ നമുക്ക് ഈ ഒരു വേരിയൻറ്റിനകത്ത് അവൈലബിൾ അല്ല. എങ്കിലും അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ബാക്കിലെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് എവിടെ ഒരു ബേസ് മോഡലാണെന്നുള്ള ഫീലോ കാര്യങ്ങളോ ഒന്നും എവിടെയും നമുക്ക് കിട്ടുന്നില്ല. നീറ്റായിട്ട് തന്നെയാണ് ബാക്ക് സൈഡെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കയറാം. ഇതാണ് കീ വരുന്നത്. കീലെസ് എൻട്രി ബേസ് മോഡൽ തൊട്ട് കൊടുത്തിട്ടുണ്ട്. അതും മറ്റൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിവിടെ പ്രസ് ചെയ്യുക, ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മതി.
വണ്ടി അൺലോക്ക് ആയിക്കോളും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഡോർ പാഡ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോസ് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. നമുക്ക് മിറേഴ്സ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ബേസ് മോഡലിൽ കിട്ടും. അതാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു കളർ തീം വരുന്നത് ബ്രൗൺ ബ്ലാക്ക് കളർ തീമാണ്. ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു ബ്രഷ്ഡ് അലുമിനിയം പീസ് കാണാം. ക്രോം എലമെൻറ്റ് ടോപ്പ് എൻഡിലൊക്കെയാണ് സാധാരണ വരാറ്. ഇതിൻ്റെ ബേസ് മോഡൽ തൊട്ട് ആ ഒരു ക്രോം എലമെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ബോട്ടിൽ കാര്യങ്ങൾ വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം ഈ ഒരു പോർഷനിലായിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാം. പിന്നെ ഉള്ളിലേക്ക് കയറി നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു ക്രോം എലമെൻറ്റ് ഇവിടെ കാണാം. സെൻട്രലായിട്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് നമുക്ക് ബേസ് മോഡൽ തൊട്ട് കിട്ടുന്നുണ്ട്. ലൈറ്റുകൾ നമുക്ക് ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കാര്യങ്ങളെല്ലാം ഈ ഒരു പോർഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹുഡ് ഓപ്പൺ ചെയ്യാനും ആ ഒരു പെട്രോൾ ടാങ്കിൻ്റെ ആ ഒരു സംഭവങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അനലോഗ് ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ നമുക്ക് കാണാം. പിന്നെ സെൻട്രലിൽ കളർ ഉള്ള ഒരു MID സിസ്റ്റം നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, റിഫൈൻഡ് ആണ് വണ്ടി. സ്റ്റാർട്ട് ആയത് പോലും അറിയുന്നില്ല. 4 സിലിണ്ടർ എഞ്ചിനാണ്. കിടിലം വണ്ടിയാണ്. ഐ മീൻ കിടിലം എഞ്ചിനാണ്. ഓടിക്കാനാണേലും അടിപൊളിയായിരിക്കും. നമുക്ക് ഇതുണ്ട് ബോണറ്റൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരു ബോണറ്റ് എല്ലാം കൊടുത്തിരിക്കുന്നത്. സീറ്റിൻ്റെ ഹൈറ്റും ഒക്കെ കൊടുത്തിരിക്കുന്നത്. സോ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. പിന്നെ ബേസ് മോഡൽ തൊട്ട് നമുക്ക് ഇവിടെ സീറ്റിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ അല്ല. അത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം. അതൊരു പോരായ്മയായിട്ടൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ബേസ് മോഡലാണ്. സോ അതുകൊണ്ട് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് വരുന്നില്ല. അത് നമ്മൾ എക്സ്ട്രാ ചെയ്താൽ മതി. പിന്നെ AC വെൻറ്റുകൾ കാര്യങ്ങളെല്ലാം ഈ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിലൊരു പ്രീമിയം ടച്ച് നമുക്ക് ഇൻറ്റീരിയറിനകത്ത് കാണാനായിട്ട് പറ്റും. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ബേസ് മോഡൽ തൊട്ട് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ട്രാക്ഷൻ്റെ സ്വിച്ചും അതേപോലെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് കാര്യങ്ങളെല്ലാം ഈ ഒരു പോർഷനിലായിട്ട് കാണാം. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ 12 വോൾട്ടേജ് ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ചാർജിങ് സോക്കറ്റാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പിന്നെ വേണമെങ്കിൽ നമ്മൾ ആക്സറി ആയിട്ട് ആഡ് ചെയ്താൽ മതി. ഇവിടെ നോക്കുകയാണെങ്കിൽ ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ സാധാരണ മാരുതിയുടെ വാഹനങ്ങളിൽ കാണുന്ന സെയിം ഒരു ഗ്ലൗ ബോക്സ് ആണ്. ഡേ നൈറ്റ് നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മിറേഴ്സ് ആണ്. ഈ ഒരു പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ മിറേഴ്സ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഈ ഒരു പോർഷനിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും മിറേഴ്സ് എല്ലാം നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷനിലായിട്ടാണ് മിറർ കൊടുത്തിരിക്കുന്നത്. നോർമലി സെൻട്രൽ ഒരു മിറർ ആയിരിക്കും. ഇത് 2 സൈഡിലും നമുക്ക് ഇതേപോലെ മിറേഴ്സ് അവൈലബിൾ ആണ്. സീറ്റുകളാണെങ്കിലും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബക്കറ്റ് സീറ്റുകളാണ്. നല്ല ബോൾസ്റ്റേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല ഫാബ്രിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ നമ്മൾ ഇരിക്കുമ്പോൾ വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നുമുള്ള ഒരു ഫാബ്രിക്സോ കാര്യമൊന്നും അല്ല. ഹെഡ് റെസ്റ്റ് നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് ഹെഡ് റെസ്റ്റ് നമുക്ക് കാണാം. പിന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഗിയർ ലെവർ വരുന്നുണ്ട്. ഗിയർ ലെവർ വേണമെങ്കിൽ നമുക്കൊന്ന് വണ്ടി എടുത്ത് കഴിയുമ്പോൾ മാറ്റാം. കാരണം ഇത് കുറച്ച് മാറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കീ നമ്മൾ ഇവിടെ വെക്കാനായിട്ടാണെന്ന് തോന്നുന്നു. കറക്റ്റ് അതിന് പറ്റുന്ന രീതിയിലുള്ളൊരു സ്പേസ് നമുക്കിവിടെ കാണാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതേപോലെ ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹാൻഡ് റെസ്റ്റ് ആണ്. നമുക്കതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. സ്റ്റിയറിംഗ് വീല് അതും കൂടെ ഒന്ന് കാണിക്കും. റൗണ്ടഡ് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് അത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇല്ലെങ്കിൽ പോലും അതിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അവിടെ സിസ്റ്റം വെക്കുമ്പോൾ നമുക്ക് ഈ കൺട്രോൾസുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റിയറിംഗിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ബേസ് മോഡൽ തൊട്ട് നമുക്ക് റീച്ചും ടിൽറ്റും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്റ്റിയറിംഗ് വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവിങ്ങിൻ്റെ കംഫർട്ടാണ് നമുക്ക് ഏറ്റവും ആദ്യം ഒരു കാറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതെന്തായാലും മാരുതി യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് കാർ എന്ന് തന്നെ പറയണം ഈ ഒരു സെഗ്മെൻറ്റിൽ. സോ നിങ്ങൾക്ക് വണ്ടി ബുക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ട്, നിങ്ങൾ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ എൻ്റെ രീതിയിലുള്ളൊരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാവും. അപ്പം നമ്മളൊരു വ്ളോഗറാണ്. അപ്പോൾ അതിൻ്റെ പേരിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഡീലർ ത്രൂ നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾ വണ്ടി നോക്കുന്നുണ്ട്, വണ്ടി എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി എന്നല്ല മറ്റേത് വാഹനങ്ങളായാലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. പോർഷനിലൊന്നും ഒരുപാട് ഗ്ലോസി ഫിനിഷുള്ള മെറ്റീരിയൽസ് ഒന്നുമല്ല. ഇതെല്ലാം മാറ്റ് ഫിനിഷ് ആണ്. എങ്കിലും അതൊക്കെ യൂസബിൾ ആണ്. ഇതിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ. ഒരുപാട് നമ്മൾ പൈസ കൊടുത്ത് വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാങ്ങുന്നതിനേക്കാളും ഇതൊക്കെ യൂസബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇതെല്ലാം നല്ല ടച്ചുള്ള മെറ്റീരിയൽസ് ആണ്. ഇവിടെ എല്ലാം ആണെങ്കിലും ഈ ബ്രൗൺ, ഇവിടെ ഈ പറയുന്നൊരു ബ്രഷ്ഡ് അലുമിനിയം കളർ, ഇതെല്ലാം വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലൊക്കെ ഈ ഒരു സെൻട്രൽ കൺസോൾ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോകാം.
ഇതാണ് ഗ്രാൻഡ് വിറ്റാരയുടെ ബാക്കിലെ സീറ്റിലിരിക്കുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഞാൻ എൻ്റെ കംഫർട്ടാണ് ഫ്രണ്ടിൽ സീറ്റിലിരിക്കുന്നത്, എങ്കിൽ പോലും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. എനിക്ക് നല്ല ഇതുണ്ട്, ലെഗ് സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട്, കാല് ഉള്ളിലേക്ക് പോകാം, നല്ല തൈ സപ്പോർട്ട് ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം റിയർ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ചാർജിങ് സോക്കറ്റ് കാര്യമൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടില്ല, എങ്കിലും ഓക്കെ, നമുക്ക് റിയർ AC വെൻറ്റ് ബേസ് മോഡലിനകത്ത് കിട്ടുന്നുണ്ട്, അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സീറ്റുകൾ ഹെഡ് റെസ്റ്റുകൾ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും. ഞാൻ അത് കാണിച്ചു തരാം, കൈ എത്തുന്നില്ല. ഓക്കെ, ഇത് കണ്ടോ, ഈ സീറ്റ് നമുക്ക് 2 വേയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം വെച്ചിരിക്കുന്നത് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്കാണ്. ഇത് ഞാനൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇത് കണ്ടോ, കുറച്ചും കൂടെ ബാക്കിലേക്ക് പോകും. അപ്പോൾ 2 രീതിയിൽ നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസ് മോഡൽ തൊട്ട് നമുക്ക് ഹാൻഡ് റെസ്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, കാരണം അത് ഇവിടെ ലോക്കാക്കി വെച്ചിരിക്കുകയാണ്, സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ 3 പേർക്ക് ഇരിക്കുന്ന ആളുകൾക്കും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഇൻറ്റീരിയറാണ്. നല്ല ഹെഡ് സ്പേസ് വരുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഇവിടെയായിട്ട് ലൈറ്റ് ഉണ്ട്, ഇവിടെ ഇരിക്കുന്ന ആൾക്കും അവിടെ ഇരിക്കുന്ന ആൾക്ക് സെപ്പറേറ്റ് ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന 3 പേർക്കും സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു സീറ്റ് ബെൽറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. ബാക്കിലെ സീറ്റുകൾ നല്ല കംഫർട്ടബിൾ ആണ്. ഈ ഒരു പ്രൈസിനകത്ത്, ബേസ് മോഡലിനകത്ത് അവർ ഇത്രയധികം ഫീച്ചേഴ്സ് കൊടുക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. പ്രൈസ് കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ എവിടെയെങ്കിലും എഴുതി കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ രീതിയിലായിരിക്കും നമ്മൾ ഇനി വീഡിയോസ് ചെയ്യുക. ഒരുപാട് കഥകളൊന്നും പറയാതെ നമുക്ക് ഫീച്ചേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമ്മൾ പോകുന്നു. പിന്നെ അതേപോലെ നിങ്ങൾക്ക് വണ്ടികൾ എടുക്കാൻ പ്ലാനുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അതിനുവേണ്ടിയാണ് ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ തന്നെ ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്. സാധാരണ ഞാൻ ഡീലേഴ്സിൻ്റെ കോൺടാക്ട് നമ്പറാണ് കൊടുക്കാറ്. ഇപ്പം ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിളിക്കുക, നിങ്ങൾക്ക് ഡീലറിനെ ഞാൻ അറേഞ്ച് ചെയ്ത് തരും. അത് ഈ ബ്രാൻഡ് എന്നല്ല, ഏത് ബ്രാൻഡിൻ്റെ വണ്ടി എടുക്കണമെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടികൾ എടുക്കാനുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിലേക്കെല്ലാം നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് പേര് വിളിക്കാറുണ്ട് പലപ്പോഴും. പിന്നെ എനിക്കൊരു ചെറിയൊരു റിക്വസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി 10 മണി കഴിഞ്ഞിട്ട് വിളിക്കല്ലേ. കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ആളുകൾ മാത്രം 10 മണി കഴിഞ്ഞ് വിളിക്കും. ചിലപ്പോൾ അവരുടെ ടൈം ഫ്രീ ആകുന്നത് കൊണ്ടായിരിക്കാം. എനിവേ ആ ടൈമിൽ വിളിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാറില്ല. മാക്സിമം ഞാൻ എടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഒട്ടുമിക്ക സമയങ്ങളിൽ ഞാൻ ഫോൺ എടുത്തിട്ടുമുണ്ട്. എങ്കിലും കുറച്ച് പേരുടെ ആണെങ്കിലും ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരാറുണ്ട്. സോ അത് വേറൊന്നുമല്ല, നമ്മളും ടയേർഡായിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളും വീഡിയോ എല്ലാം കഴിഞ്ഞിട്ട് വന്ന് കിടക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പം എടുക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഇനിയിപ്പോൾ ഓണമൊക്കെ വരികയാണ്, ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതലും നമ്മൾ ഈ പറയുന്നൊരു കേരളത്തിൻ്റെ മധ്യഭാഗത്തു നിന്നുള്ള ആളുകളാണ് കൂടുതലും നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ ലൊക്കേഷനുമായിട്ട് കുറച്ചും കൂടെ അടുത്ത് നിൽക്കുന്ന ആളുകൾ അവരാണ്. എങ്കിൽ പോലും മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് അവിടെ നിന്നെല്ലാം നമുക്ക് കോൾസ് വരാറുണ്ട്. അവിടുന്ന് വരെ എനിക്ക് ബുക്കിംഗ് എടുത്ത ആളുകളും ഉണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത് നിന്ന് പേഴ്സണലി വണ്ടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് ബുക്കിംഗ് എടുത്ത ആളുകളോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അവർക്ക് നമ്മളോടുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് നമ്മുടെ അടുത്ത് നിന്ന് ഡയറക്റ്റ് വണ്ടി എടുത്തത്. സോ അത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നിട്ടാണെങ്കിൽ പോലും അവർ വണ്ടി എടുത്തോളാം എന്ന് പറഞ്ഞു. ബാക്കി അപ്പോൾ അവർക്ക് ഡെലിവറിക്ക് മുമ്പുള്ള കാര്യങ്ങളെല്ലാം ഞാനിവിടെ ചെയ്ത് കൊടുക്കാറാണ് ചെയ്തത്. സോ അങ്ങനെ എനിക്ക് ഒരു 3-4 കസ്റ്റമേഴ്സോളം ഈ ഒരു ലാസ്റ്റ് ഒരു 5-8 ദിവസത്തിനകത്ത് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അതിനകത്ത് യാതൊരു പ്രോബ്ലവും ഇല്ല. ഏത് ഡിസ്ട്രിക്റ്റ് ആയാലും കുഴപ്പമില്ല. എന്നാലും കൂടുതൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നമ്മൾ നേരിട്ട് കാണാൻ കുറച്ചും കൂടി ഈസി കോട്ടയം, അല്ലെങ്കിൽ പത്തനംതിട്ട, എറണാകുളം, തൃശ്ശൂർ, അങ്ങനെ അടുത്തുള്ള ജില്ലകൾ ഒക്കെയാണെങ്കിൽ കുറച്ചും കൂടി, ഇടുക്കിയൊക്കെ ആണെങ്കിലും നമുക്ക് കുറച്ചും കൂടി ഈസിലി കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ കുറച്ച് ദൂരമായിരിക്കും. ഒരിക്കലും കോൺടാക്റ്റ് ചെയ്തതെന്നല്ല, നിങ്ങൾ എവിടുന്ന് വേണമെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്തോളുക. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. നമ്മൾ സാധാരണ വീഡിയോസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. കാരണം കുറച്ച് ഫാസ്റ്റ് ആയിരുന്നു, ഞാൻ കൈ പിടിച്ചുകൊണ്ട് ഓടി നടന്ന് ഫീച്ചേഴ്സ് കാണിച്ചു. ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോസ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രം നമുക്ക് അടുത്ത വീഡിയോസ് ഇതുപോലെ തന്നെ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ പഴയതുപോലെ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഞാൻ നിന്ന് കഥ പറയുന്ന പോലെ പറഞ്ഞാൽ മതിയെങ്കിൽ ആ രീതിയിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നത് ഇതാണ്. എനിക്ക് ചെയ്യാനും കുറച്ച് ഈസിയാണ്, എഡിറ്റ് ചെയ്യാനും കുറച്ച് ഈസിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ നമുക്ക് തൽക്കാലം ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.